ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടെ സ്വർഗീയ സന്ദേശമെന്ന ഈ ആത്മീക പ്രോഗ്രാമിൽ ദൈവത്തിൻ്റെ വചനവുമായി നിൽക്കുവാൻ പരിശുദ്ധനായ ദൈവം എനിക്ക് നൽകിയ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സകല മഹത്വം നൽകുകയാണ്. ഞങ്ങളുടെ ഈ യൂട്യൂബ് ചാനലിലൂടെ ഇന്ത്യക്കകത്തും പുറത്തും ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ഒരു അനുഗ്രഹിക്കപ്പെട്ട പ്രഭാഷണമാണ് നിങ്ങളുമായി ഇന്ന് ഷെയർ ചെയ്യുവാൻ ദൈവകൃപയിലേക്ക് ശരണപ്പെട്ടിരിക്കുന്നത്. ഈ പ്രോഗ്രാം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഈ വചനത്തിൻ്റെ ആധികാരികതകളെക്കുറിച്ച് മനസ്സിലാക്കി നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവവുമായിട്ടുള്ള ഒരു കെട്ടപ്പെട്ട അനുഭവത്തിലായി തീരുവാൻ ദൈവാത്മാവ് നിങ്ങൾക്ക് കൃപ തരട്ടെ എന്ന് ആമുഖം ഞാൻ ആലോചനയായി ദൈവസന്നിധിയിൽ പറയുകയാണ്. ഇവിടെ ഇന്നത്തെ ടൈറ്റിൽ എന്ന് പറയപ്പെടുന്നത് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 53-ാം അധ്യായം അതിൻ്റെ 4 മുതലുള്ള വേദഭാഗങ്ങളാണ്. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു, നാമോ അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചുമിരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധന് നിത്യന് നീതിമാനുമായിരിക്കുന്ന ഞങ്ങളുടെ അരുമൻപുള്ള പ്രാണപ്രിയ യേശുവേ, ഒരിക്കൽ കൂടെ കർത്താവെ, ഞങ്ങളുടെ ഈ യൂട്യൂബ് ചാനലിലൂടെ കർത്താവിൻ്റെ തിരുവചനങ്ങൾ അവിടുത്തെ മക്കളുമായി ഒരുമിച്ച് പഠിക്കുവാൻ, ശ്രദ്ധിക്കുവാൻ, ഇതിൻ്റെ ആധികാരികതകളെക്കുറിച്ച് മനസ്സിലാക്കുവാൻ ദൈവം തന്ന കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ ഈ വചനം ശ്രവിക്കുന്ന എല്ലാ കർത്താവേ പ്രിയ സഹോദരങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട് കളയുന്നവരായിട്ടല്ല, അതിനെ ഹൃദയത്തിൽ സൂക്ഷിച്ച് അതിനകത്ത് വളരുവാൻ ദൈവം സഹായിക്കണം. എല്ലാ മഹത്വം അവിടത്തേക്ക് തരുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇവിടെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം ആമേ സ്തോത്രം 53-ാം അധ്യായത്തിൽ നിന്നും ചില കാര്യങ്ങൾ ഇന്ന് ഈ ആമേ സ്തോത്രം പകൽക്കാലം നിങ്ങളുമായി ഒരുമിച്ച് പഠിക്കുവാൻ ദൈവകൃപയിലേക്ക് ശരണപ്പെടുകയാണ്. നോക്കുക, 53-ാം സങ്കീർത്തനത്തിൽ യേശുവിൻ്റെ പീഡ അനുഭവങ്ങളെക്കുറിച്ചുള്ള 1-2 കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നു. നാം ദൈവമക്കൾ ആമേ ദൈവമായിട്ടുള്ള കണക്റ്റിങ്ങിൽ വന്ന തകർച്ചകൾ എന്താണെന്നും ഇവിടെ പറയപ്പെടുകയാണ്. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടുകൂടെ നമ്മൾ ദൈവസന്നിധിയിലായിരിക്കണം. നോക്കുക, അതിൻ്റെ 3-ാം അധ്യായം മുതൽ നമ്മളൊന്ന് പഠിക്കുമ്പോൾ അവൻ സാക്ഷാൽ നിന്ദിക്കപ്പെട്ടു, ത്യജിക്കപ്പെട്ടു, വ്യസനപാത്രമായി രോഗം ശീലിച്ചവനായിരുന്നു. ഹല്ലേലൂയ. പ്രിയ ദൈവ മക്കളെ, എന്തുകൊണ്ട് യേശു കർത്താവ് ഇങ്ങനെ ആയി തീർന്നു എന്നത് പ്രവാചകന്മാർ ഇങ്ങനെ മുൻകൂട്ടി പ്രവചിച്ചിരിക്കുകയാണ്. പുതിയ നിയമത്തിൽ നമ്മൾ വരുമ്പോൾ യേശുവിൻ്റെ കുരിശീകരണമോ യേശുവിൻ്റെതായ പീഡ അനുഭവങ്ങളെക്കുറിച്ച് വ്യക്തമായി വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. നോക്കുക, അവൻ സാക്ഷാൽ നിന്ദിക്കപ്പെട്ടു, ത്യജിക്കപ്പെട്ടു. ഹല്ലേലൂയ. നോക്കുക, യേശു കർത്താവ് 3.5 വർഷക്കാലം തൻ്റെ ആത്മീക ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവൻ അനേകർക്ക് സൗഖ്യം കൊടുത്തു. ഹല്ലേലൂയ. അനേകർക്ക് സമാധാനമില്ലാത്തവർക്ക് സമാധാനം എൻ്റെ കർത്താവ് കൊടുത്തു. ഹല്ലേലൂയ. അമേ സ്തോത്രം. അമേ മരിച്ചുപോയ അമേ സ്തോത്രം അനേകരെ എൻ്റെ കർത്താവ് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നു. ആമേൻ. യേശുവിൻ്റെ ഗിരിപ്രഭാഷണ ആമേ വേളയിൽ യേശു എവിടെയൊക്കെ പ്രസംഗിച്ചുവോ അവിടെയെല്ലാം അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. പ്രിയ ദൈവ മക്കളെ, യേശു കർത്താവിൻ്റെ ആമേ സ്തോത്രം വചന ധ്യാനത്തിലൂടെ അനേകർ മാനസാന്തരപ്പെട്ടു, അനേകർ ആമേ കർത്താവിന് വേണ്ടി മാനസാന്തരപ്പെട്ടു, സ്നാനപ്പെട്ടു, ജീവപുസ്തകത്തിൽ പേരെഴുതി. എന്നാൽ ഇത്രത്തോളം ആമേ റോമൻ സാമ്രാജ്യത്തിലും ദൈവം ആമേ സ്തോത്രം നല്ലവനെന്ന് പറഞ്ഞ റോമ
സാമ്രാജ്യത്തിലെ ജനങ്ങള് ആമേൻ അവസാനം ഇവിടെ നമ്മൾ വായിച്ച ഭാഗം ഇങ്ങനെയാണ്. ആമേൻ മനുഷ്യരാൽ അവൻ നിന്ദിക്കപ്പെട്ടു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ പ്രേക്ഷകരെ, അവൻ എങ്ങനെയാ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടത്? നല്ല കർത്താവെന്ന് പറഞ്ഞവർ, സൗഖ്യദായകനായ ക്രിസ്തു എന്ന് പറഞ്ഞവർ, അവന്റെ ആമേൻ ഉപദേശത്തിങ്കൽ അനേകർ വിസ്മയിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അവന്റെ ഉപദേശം കേട്ടവരെല്ലാം അവന്റെ ഉപദേശത്തെ അനുസരിച്ച് രൂപാന്തരപ്പെടുവാനിടയായി തീർന്നു. മാർക്കോസ് സുവിശേഷം നമ്മൾ പഠിക്കുമ്പോൾ ആമേൻ സ്തോത്രം, യോഹന്നാൻ യേശുവിൻ്റെ ആമേൻ മാനസാന്തര സുവിശേഷത്തെ കുറിച്ച് പ്രസംഗിപ്പാനിടയായി തീർന്നു. യോഹന്നാൻ യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചു കൊണ്ടിരുന്ന സമയത്ത് യോഹന്നാനെ അവർ പിടിച്ചെന്തിയെന്നറിയാമോ? തടവിലാക്കുവാനിടയായി തീർന്നു. ഓ ഹല്ലേലൂയ! അതിനുശേഷം വേദപുസ്തകത്തിൽ വ്യക്തമായി പറയുകയാണ്, യേശു കർത്താവ് മാനസാന്തരത്തെ കുറിച്ച് പ്രസംഗിപ്പാനിടയായി തീർന്നു. അങ്ങോളം ഇങ്ങോളം നോക്കുമ്പോൾ സൗഖ്യമായി ദൈവം നല്ല ദൈവമാണ്. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പാൻ നല്ല വചനങ്ങളെ പഠിപ്പിച്ച നസ്രയൻ നല്ലവനാണ് എന്നൊക്കെ പറഞ്ഞു പ്രിയ ദൈവമക്കളെ, എല്ലാ ജനങ്ങളും യേശുവിനെ വാനോളം ഉയർത്തുവാനിടയായി തീർന്നു. എന്നാൽ എന്ത് സംഭവിച്ചെന്നറിയാമോ? ഇവിടെ പറയുന്നു, അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. അതേ, അവർ യേശുവിനെ പുകഴ്ത്തിയ നാവ് കൊണ്ട് തന്നെ, യേശു നല്ലവനെന്ന് പറഞ്ഞ നാവ് കൊണ്ട് തന്നെ, യേശു ഭൂതങ്ങൾ പുറത്താക്കുന്ന നല്ല ദൈവമെന്ന് പറഞ്ഞവർ തന്നെ, സമാധാനം ഇല്ലാത്തവർക്ക് സമാധാനം കൊടുക്കുന്ന നല്ല കർത്താവെന്ന് പറഞ്ഞ ഹല്ലേലൂയ, അതേ ആ മനുഷ്യർ തന്നെ അവനെ തള്ളിപ്പറയുവാനിടയായി തീർന്നു. അവൻ ഒരു മനുഷ്യരാൽ അവൻ നിന്ദിക്കപ്പെട്ടു. ഹല്ലേലൂയ! പ്രിയ ദൈവമക്കളെ, ഈ ലോകത്തിൽ 3.5 വർഷക്കാലം തന്റെ ആത്മീക ശുശ്രൂഷ ചെയ്തപ്പോൾ സ്വന്തമായി താൻ ഒന്നും ചെയ്തില്ല. മറിച്ചെന്ത് ചെയ്തെന്നറിയാമോ? ആമേ, തകർന്നവരെ, വേദനിക്കുന്നവരെ, നിരാശയിലായിരിക്കുന്നവരെ ഒക്കെ അവൻ അവന്റെ വചനം കൊണ്ട് ബലപ്പെടുത്തുവാനിടയായി. അവന്റെ കരം തൊട്ടവർക്ക് വിടുതൽ അവൻ അയച്ചു. ഹല്ലേലൂയ! മാത്രമല്ല, ജാതികളെ പോലെ ജീവിച്ച മനുഷ്യരെ ദൈവത്തിന്റെ വകയാക്കി തീർക്കുവാൻ എന്റെ പ്രാണനാഥന് കഴിഞ്ഞു. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ! എന്റെ കർത്താവിന് ഹല്ലേലൂയ! ആമേൻ സ്തോത്രം. അവർ ദൈവത്തിന് ഹിതമില്ലാത്ത ഹല്ലേലൂയ ഈ ന്യായപ്രമാണത്തിനകത്ത് എഴുതിയിരിക്കുന്ന ദൈവഹിതമുള്ള കാര്യങ്ങൾ ദേശത്തോട് അവൻ വിളിച്ചറിയിച്ചപ്പോൾ അന്നത്തെ റോമ സാമ്രാജ്യത്തിലെ ജനങ്ങൾ പറഞ്ഞത് എന്തെന്നറിയാമോ? ഇവൻ സ്വതന്ത്രം ദൈവത്തിന് ഹിതമില്ലാത്തതൊക്കെയും പ്രചരിപ്പിക്കുകയാണ്. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ന്യായം ഈ ലോകത്തിന് അനുയോഗ്യമല്ലാത്ത വിധത്തിൽ ഇവൻ എന്തൊക്കെ പറയുകയാണ് എന്നൊക്കെ പറഞ്ഞെന്റെ യേശുവിന് വിരോധമായി അവർ എഴുന്നേൽപ്പാനിടയായി തീർന്നു. ഹല്ലേലൂയ! അവസാനം യേശുവിനെ കുരിശിൽ തറയ്ക്കുന്നതിന് വേണ്ടി ആമേൻ ഇവരെല്ലാവരും കൂടെ എന്തെന്നറിയാമോ? പിടിച്ചു കെട്ടി. ഹല്ലേലൂയ! മാറി മാറി പല കോടതികളിലും തമ്പുരാനെ വിസ്തരിച്ചു. ഇവിടെ അതാ പറഞ്ഞിരിക്കുന്നത്, അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടു. ആ അരുമനാഥനെ ഒരു നിന്ദാപാത്രമാക്കി ഈ സമൂഹത്തിലെ ജനങ്ങൾ തീർത്തു. ആരാ തീർത്തത്? ദൈവത്തെ അറിഞ്ഞവർ, യേശുവിന്റെ അരികിൽ വന്ന് സൗഖ്യം പ്രാപിച്ചവർ, യേശുവിന്റെ അരികിൽ വന്ന് പൊട്ടിക്കരഞ്ഞപ്പോൾ ആ കരച്ചിലിനെ മാറ്റി ആ കുടുംബത്തിനകത്ത് ആനന്ദ നൃത്തമാക്കി തീർത്ത ദൈവം. പലവിധമായ രോഗത്താലും ഭാരത്താലും വന്നവർക്ക് വിടുതലും ആശ്വാസവും നൽകിയവൻ. ആ ദൈവം ഇതാ ഇപ്പോൾ ഹല്ലേലൂയ, ഹല്ലേലൂയ, പീലാത്തോസിന്റെ കട്ടളത്തില്, ഹെരോദാവിന്റെ കട്ടളത്തിലെല്ലാം അവൻ ഒരു വ്യസന പാത്രമായി തീർന്നിരിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, ആമേൻ സ്തോത്ര, അവനൊരു വ്യസന പാത്രമായി തീർന്നിരിക്കുന്നു. അവൻ നിന്ദിക്കപ്പെട്ടവനായി, ത്യജിക്കപ്പെട്ടവനായി, അവന് വേണ്ടി ഒരു വാക്കുപോലും പറയുവാൻ ആരുടെയും നാവ് ഉയർന്നില്ല. പിശാചിന്റെ നാവ് ഉയർന്നു. പീലാത്തോസിന്റെ അടുക്കൽ കൊണ്ടുപോയി പറഞ്ഞു, ഇവനെ ക്രൂശിക്ക. ഇവൻ ദൈവഹിതമില്ലാത്ത പ്രവൃത്തികൾ ചെയ്യുകയാണ്. ബറബ്ബാസിനെ വിട്ടയക്കുക, കള്ളനെ വിട്ടയക്കുക, നീതിമാനായ ക്രിസ്തുവിനെ കുരിശിൽ തറയ്ക്കുക എന്ന് ജനമാർത്തു വിളിക്കുന്നു. അതാണ് ഇതിന്റെ പദപ്രയോഗം. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടു, ത്യജിക്കപ്പെട്ടു. അവനൊരു വ്യസനപാത്രമായി തീർന്നു. അവൻ രോഗം ശീലിച്ചവനെ പോലെയായി. ഒന്ന് പുറകെ
39 അടി അവന്റെ പുറകിൽ അമേൻ ചാട്ടമാർ കൊണ്ട് റോമൻ പടയാളികൾ അടിച്ചപ്പോൾ അവിടെ പറയുന്നു അവന്റെ ശരീരം മുഴുവനും ഹല്ലേലൂയ അടിയുടെ പ്രഹരമേറ്റ പ്രിയ ദൈവമക്കളെ അവർ രോഗം ശീലിച്ചവനായി ഇരുന്നു. ഹല്ലേലൂയ. ഒരടി പോലും മുൻപോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥയിൽ എൻ്റെ പ്രാണപ്രിയനായ നാസറയനെ റോമൻ പടയാളികൾ ആക്കി തീർത്തു. നിങ്ങൾ ആരും ഇന്ന് ഈ പകൽക്കാലം അത് മറന്നു പോകരുത്. ഹല്ലേലൂയ. അടുത്ത് അവനെ കാണുന്നവർ മുഖം മറച്ചുകളെ തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു. സ്തോത്ര. കാണുന്നവരൊക്കെ, ഇന്നലകളിൽ വന്ന് പ്രാർത്ഥിച്ചവരൊക്കെ, ഇന്നലകളിൽ വന്ന് രോഗശാന്തി പ്രാപിച്ചവരൊക്കെ അവനെ കണ്ടപ്പോൾ മുഖം മറയ്ക്കുക. എനിക്ക് ഹല്ലേലൂയ ഈ മനുഷ്യനെ അറിയത്തില്ല എന്ന് പറഞ്ഞു. എന്തിനധികം പറഞ്ഞ് മുൻപോട്ട് പോകുന്നില്ല. യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന 12 ശിഷ്യന്മാരിൽ 2 പേർ യേശുവിനെ തള്ളി പറഞ്ഞു. പത്രോസിനോടും സ്തോത്രം ചോദിച്ചു, ഇല്ല എനിക്കറിയത്തില്ല. അവൻ യേശുവിൻ്റെ മുമ്പ് മുഖം തിരിച്ചു. അവൻ്റെ മൈൻഡ് മാറി, അവൻ്റെ മനസ്സു മാറി. ആർക്കും അറിയത്തില്ല. ഹല്ലേലൂയ. 3 പ്രാവശ്യം കോഴി കൂകുന്ന തള്ളിപ്പറയും എന്ന് പറഞ്ഞു. അപ്പോൾ യേശുവിൻ്റെ മുമ്പിൽ വെച്ച് എന്നാ പറഞ്ഞ്, ഇല്ല അങ്ങനെ ഒന്നുമില്ല, ഒന്നും സംഭവിക്കത്തില്ല. യേശുവിനെ തള്ളിപ്പറഞ്ഞു. അവൻ്റെ മുമ്പിൽ മുഖം മറച്ചുകളെ തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു. അനുഭവിച്ച കഷ്ടത, അനുഭവിച്ച വേദന അത്രയ്ക്കും ഭയാനകമായിരുന്നു. നാമോ അവനെ ആദരിച്ചതുമില്ല. നമ്മൾ ആരെങ്കിലും യേശുവിനെ ആദരിച്ചോ? ഇല്ല. എവിടെയെങ്കിലും ഒരു കൂട്ടായ്മ നടന്നാൽ ഓടി വരും, വന്ന് പ്രസംഗം കേൾക്കാം. എന്തിനാ വരുന്നത്? മുടന്ത് മാറുവാൻ. എന്തിനാ വരുന്നത്? ക്യാൻസർ മാറുവാൻ. എന്തിനാ വരുന്നത്? ഒരു ഭവനം ലഭിപ്പാൻ. എന്തിനാ വരുന്നത്? ഒരു ജോലി ലഭിപ്പാൻ. ഇതിനെല്ലാം യേശു നല്ലവൻ. ഇതിനെല്ലാം നസ്രയൻ നല്ലവൻ. പക്ഷേ ഇത് കഴിഞ്ഞാൽ നസ്രയൻ ആർക്കും വേണ്ട. അവന്റെ പേര് പോലും പറയുന്നത് അവർക്ക് ഇഷ്ടമില്ല. 1000 സാക്ഷികൾ ഈ പകൽക്കാലം നിങ്ങളോട് എനിക്ക് പറയാനായിട്ട് കഴിയും പ്രിയ ദൈവമക്കളെ. ഹല്ലേലൂയ. സൗഖ്യദായകനായ ക്രിസ്തു അവൻ പറയുന്നത് അതാണ്. ഞാൻ സാക്ഷാൽ രോഗങ്ങളെ വഹിച്ചു, ബലഹീനതകളെ എടുത്തു, വ്യാധികളെ ചുമന്നു. അടിപ്പിണരാൽ സൗഖ്യം. അവന്റെ അടിപ്പിണരാൽ സൗഖ്യം പ്രാപിച്ചവരെല്ലാമാണ് ഈ വേദപുസ്തകത്തിൽ പറയുന്ന അവനെ ഒരു വ്യസനപാത്രമാക്കി തീർത്തത്, രോഗശീലിച്ചവനെ പോലെയാക്കി തീർത്തത്, അവൻ നിന്ദിക്കപ്പെട്ടത്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, സ്തോത്ര. അവനൊരു വ്യസനപാത്രമായി തീർന്നത് ഈ ദൈവജനത്തിൽ നിന്നും വന്ന ഭയങ്കരമായ സ്വഭാവ മാറ്റമാണ്. അവരിൽ നിന്നും വന്നതായ താങ്ങാൻ കഴിയാത്ത, അറിയാത്തതുപോലെയുള്ള അവരുടെ പ്രവർത്തികളാണ്. സ്തോത്രം. ഹല്ലേലൂയ. വീണ്ടും നമ്മൾ പഠിക്കുമ്പോൾ ഹല്ലേലൂയ, അവൻ നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചുമിരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റു, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. എന്തിനാ പ്രിയ ദൈവമക്കളെ അവൻ തകർന്നത്? നിങ്ങൾക്കറിയാത്തൊരു സത്യം ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോവുകയാണ്. ആത്മാവിൽ ഞാൻ വിളിച്ചത് പറയാൻ പോവുകയാണ്. എന്തിനാണ് എൻ്റെ പ്രാണനാഥൻ ഹല്ലേലൂയ മുറിവേറ്റത്? എന്തിനാണ് പ്രിയ ദൈവമക്കളെ? ആമേൻ. ഹല്ലേലൂയ. അവൻ തകർന്നത് ഇവിടെ പറയുന്നു നമ്മുടെ അകൃത്യങ്ങൾ മാത്രം കൊണ്ടാണ്, നമ്മൾ ചെയ്ത പാപം കൊണ്ട് മാത്രമാണ് അവൻ ഇതെല്ലാം അനുഭവിച്ചത്. ഹല്ലേലൂയ. ഇത് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഈ പ്രോഗ്രാം കാണുന്നവർ ആരെങ്കിലും ഇത് ചിന്തിക്കുന്നു? ഈ പ്രോഗ്രാം കാണുന്നവൻ എന്തിനു വേണ്ടി അവൻ ഗദശമന മുതൽ ഗോൽഗത്ത വരെ ഈ പാപത്തിന്റെ വൈമര കുരിശിച്ചു വന്നു? ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇത് നമുക്ക് വേണ്ടിയാണെന്ന് ഒരു സത്യം ഇന്ന് ആത്മാവിൽ ഞാൻ നിങ്ങൾക്ക് കൈമാറി തരികയാണ്. നിങ്ങൾ മറന്നു പോകരുത്. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റ്, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മൾ ചെയ്തു കൂട്ടിയ പാപങ്ങൾ, നമ്മൾ ചെയ്തു കൂട്ടിയ അവന് വിരോധമായി പ്രവർത്തിച്ച പ്രവൃത്തികളെല്ലാമാണ് നമ്മൾ ഇനി
ഭൂമിയിൽ ജീവിക്കണം. നമ്മൾ തകർന്നു പോകുവാൻ പാടില്ല, നമ്മൾ ഉടഞ്ഞു പോകുവാൻ പാടില്ല, നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് നശിച്ചു പോകാൻ പാടില്ല. ആ ഒറ്റ ചിന്ത മഹാദേയും മനസ്സലും ആർദ്രകരുണയുമുള്ള അരിമാപ്പനുള്ളത് കൊണ്ട് സ്വമനസാല് ഇതെല്ലാം ഏറ്റെടുത്തപ്പോൾ എന്താ സംഭവിച്ചത്? അവൻ നിന്ദിക്കപ്പെട്ടു, അവൻ തകർക്കപ്പെട്ടു, അവൻ ഒരു വ്യസന പാത്രമായി തീർന്നു. എല്ലാവരും അവനെ കണ്ടവർ അവന്റെ മുഖത്തെ മറച്ചു കളഞ്ഞു. ഓ ഹല്ലേലൂയ! അവനോടൊന്ന് കരയുവാൻ ആരാ? യെരൂശലേം പുത്രിമാർ മാത്രം. മറ്റൊരു ഭാഗത്ത് പ്രാണനാഥനെ കുറിച്ച് ഈ അവസ്ഥ കണ്ട് കരഞ്ഞവരായിട്ട് ആരെയും കാണുന്നില്ല. പ്രിയ ദൈവമക്കളെ, ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവാത്മാവ് നിങ്ങളോട് പറയുന്നു, ഈ നസ്രയൻ ഇത്രയും വേദന അനുഭവിച്ചത് നമുക്ക് വേണ്ടിയാ. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു, ബലഹീനതകളെ എടുത്തു. ഓ, എന്തിനു വേണ്ടി? നമ്മൾ ഇനി രോഗമില്ലാതെ ജീവിപ്പാൻ, നമ്മൾ ഇനി ശാപമില്ലാതെ ജീവിപ്പാൻ, നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടാതിരിക്കുവാൻ എൻ്റെ തമ്പുരാൻ ഇതെല്ലാം വഹിച്ചു കൊണ്ടുപോയ ഒരു സ്ഥലമാണ് ഗതശമനം മുതൽ ഗോൽഗത്ത വരെ. മറന്നു പോകരുത്. ഹല്ലേലൂയ! നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റ്, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിലുള്ള ശിക്ഷ അവന്റെ മേലായി. അവന്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അവന്റെ അടിപ്പിണരാൽ സൗഖ്യം വരുവാനുള്ള ഒറ്റ കാരണം, ഇത് അനേകർ രോഗികളുടെ മേൽ കരം വച്ച് വിശുദ്ധിയോടെ കർത്തൃവേല ചെയ്യുന്ന ദൈവാലോചനയുള്ള അഭിഷിക്തന്മാരുടെ കൈവയ്പിനാൽ ഇന്ന് അനേകർ വിടിവിക്കപ്പെടുന്നു. എങ്ങനെയാ? യേശു കർത്താവ് അവരുടെ മേൽ പ്രവർത്തിക്കുന്നത് കൊണ്ട്, അവരുടെ കരത്തിന്മേൽ ദൈവശക്തി വ്യാപരിക്കുന്നത് കൊണ്ട്. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും, ദൈവമേ, ഈ വിശ്വാസിയുടെ മേൽ വീണ കരം എന്റെ കരമല്ല. നോ, എന്റെ കരത്തിനൊന്നും ചെയ്യാൻ കഴിയത്തില്ല. അരിമാപ്പന്റെ കരം, വെള്ളോട്ടിന് സാദൃശ്യമുള്ള എന്റെ യേശുവിന്റെ കരം അതിനകത്ത് പ്രവർത്തിക്കട്ടെ. ഇപ്പോൾ ശിരസ് മുതൽ പാദം വരെയുള്ള രോഗങ്ങൾ മാറിപ്പോകട്ടെ. ക്രെഡിറ്റ് മുഴുവനും ഈ വെള്ളോട്ടിന് സാദൃശ്യമുള്ള കരം വെച്ച് പ്രാർത്ഥിക്കുന്ന തമ്പുരാനാണ് സഹോദരങ്ങളെ. ഹല്ലേലൂയ! അവൻ തൊടാതെ സൗഖ്യമില്ല, അവൻ തൊടാതെ ഭൂതം മാറത്തില്ല, അവൻ തൊടാതെ ഒരത്ഭുതം നിന്റെ ജീവിതത്തിൽ നടക്കത്തില്ല. ഹല്ലേലൂയ! അവിടെ ശുശ്രൂഷിക്കുന്ന ദൈവദാസന് യാതൊരു പ്രശസ്തിയുമില്ല എന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുകയാണ്. യേശുവാ ഇതെല്ലാം ചെയ്യുന്നത്. തമ്പുരാൻ വചനത്തിൽ പറയുന്നു, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാനായിട്ട് ആവതില്ല. ഹല്ലേലൂയ! നോക്കുക പ്രിയ ദൈവമക്കളെ, ഓ ഹല്ലേലൂയ! നമ്മുടെ സമാധാനത്തിലുള്ള ശിക്ഷ അവന്റെ മേലായി. അവന്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നു വിരിക്കുന്നു. നമ്മൾ പാപത്തിന്റെ അഴുക്ക് ചാലിൽ കിടന്ന് പിശാചിന്റെ അടിമനുഖത്തിൽ കുടുങ്ങി മുൻപോട്ട് പോകാൻ കഴിയാതെ വേദനപ്പെട്ട് ദൈവമായിട്ട് യാതൊരു കണക്ഷനുമില്ലാതെ ഈ ലോകത്തിലെ മോഹങ്ങളിൽ വീണ് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ ജനത്തെ സക്സസ്സായി സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കേണ്ടതിന് വേണ്ടി എൻ്റെ അരിമപ്പൻ ചെയ്ത ഒരേ ഒരു മാർഗമാണ് ഈ പാപങ്ങളെ ഒരു പൈമര കുരിശിൽ ചുമന്ന് ഗോൽഗത്തായിൽ ക്രൂശിക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് ഇന്ന് നമ്മളോടൊപ്പം ജീവിക്കുന്നത് കൊണ്ട് ഞാൻ എൻ്റെ ആത്മീക ഭാഷയിൽ പറയുന്നു, നമ്മളും അവനോടൊപ്പം ജീവിക്കുന്നു. ഹല്ലേലൂയ! എത്ര പേർ വിശ്വസിക്കുന്നു എന്ന് എനിക്കറിയത്തില്ല. അവൻ ജീവിക്കുന്നത് കൊണ്ട്, അവൻ ജീവനെ കൊടുത്ത് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നത് കൊണ്ട് അവനോടൊപ്പം ഇന്ന് നമ്മളും ജീവിക്കുന്നു. അതുകൊണ്ട് ഈ സ്തോത്രം അന്ത്യകാലഘട്ടത്തിൽ നമുക്ക് മുമ്പിൽ നിന്നാപാത്രമായി തീർന്ന, പരിഹാസപാത്രമായി തീർന്ന, ഹല്ലേലൂയ, വ്യസനപാത്രമായി തീർന്ന, കണ്ടവരെല്ലാം മുഖം മറച്ച് അവൻ യേശു അല്ലെന്ന് വരെ പറഞ്ഞവരുണ്ട്. സഹോദരങ്ങളെ, ഇന്ന് നിങ്ങൾ ഈ സത്യം അറിഞ്ഞിരിക്കുന്നു. ഇതെല്ലാം പറയുമ്പോൾ ഒന്ന് മനസ്സിലാക്കണം, നമ്മൾ ആയുസ്സും ആരോഗ്യത്തോടെ ഈ പ്രപഞ്ചത്തിൽ നമ്മളെ കുടുംബങ്ങളിൽ ജീവിക്കാൻ വേണ്ടി അവൻ വഹിച്ച യാതന ഭയാനകമാണ്. ഹല്ലേലൂയ! ഒരു ചാട്ടവാറടിയിൽ ആ കൊളുത്തുകളിലൂടെ മാംസകഷ്ണങ്ങൾ ഇളകി വന്നു. അവൻ രോഗം ശീലിച്ചവനെ പോലെയായി, അവൻ ഒരു വ്യസനപാത്രമായി തീർന്നു. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഒരു ചോദ്യം, ആർക്കു വേണ്ടി ഇത്രയെല്ലാം നസ്രയൻ ചെയ്തത്? ആർക്കു വേണ്ടി? പറ യേശുവേ, നെഞ്ചിൽ കരം വെച്ച് പറ. ഈ പ്രോഗ്രാം ഓപ്പൺ ചെയ്ത് കാണുന്നവർ പറ, യേശുവേ
എനിക്ക് വേണ്ടി അപ്പാ, എനിക്ക് വേണ്ടിയാണ് യേശു ഇതെല്ലാം സഹിച്ചത്. അങ്ങനെ പറയുവാൻ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് നിനക്കൊരു ആത്മീക കാഴ്ചപ്പാടുണ്ടെങ്കിൽ ഒരു ശത്രുവിനും ഒരു രോഗമോ ഭാരമോ കൊണ്ടിട്ട് നിന്നെ തകർക്കാനായി കഴിയത്തില്ല. ആയതുകൊണ്ട് ഇന്ന് ഈ പകൽക്കാലം നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. ഈ നസ്രയൻ അത്രയും നല്ലവനാ സഹോദരങ്ങളെ. എൻ്റെ ജീവിതാനുഭവത്തിൽ എനിക്ക് പറയാൻ കഴിയും, ഞാൻ ഈ ആക്സിഡന്റ് കഴിഞ്ഞു, സകലരാലും നിന്ദിക്കപ്പെട്ടു, സകലരാലും ത്യജിക്കപ്പെട്ടു, രോഗം ശീലിച്ചവനെ പോലെയായി. പ്രിയ ദൈവമക്കളെ, ആമേൻ, നന്മ ചെയ്ത എൻ്റെ കൂടെ നിന്നവർ, ഒരുമിച്ച് കർത്താവിൻ്റെ വേല ചെയ്തവർ, വീട്ടുകാരും നാട്ടുകാരും, പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങള് എല്ലാവരും, ഹല്ലേലൂയ, കുടുംബക്കാരെല്ലാവരും എന്നെ ഒരു നിന്ന പാത്രമാക്കി തീർത്തു, എന്നെ ഒരു പരിഹാസ പാത്രമാക്കി തീർത്തു. ഹല്ലേലൂയ. ഞാനൊരു വ്യസന പാത്രമായി തീർന്നു. എങ്കിലും ഇതെല്ലാം സഹിച്ചു നിന്നതുകൊണ്ട് അവന്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം തന്നു. ഹല്ലേലൂയ. പിന്നെയും ആമേൻ, അവന്റെ വേലയുടെ മുഖത്ത് ബലപ്പെട്ടു നിൽക്കുവാൻ തമ്പുരാൻ എനിക്ക് കൃപ നൽകിയതിനെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തിന് നന്ദി കരയേറ്റുകയാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പറഞ്ഞ ഓരോ പോയിന്റുകളും പ്ലസ് പോയിന്റുകളാണ്. ഇതിനകത്ത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി അവന്റെ അടിപ്പിണരാനുള്ള വിടുതൽ പ്രാപിച്ച് ഇനി ശേഷിച്ചിരിക്കുന്ന അല്പകാലം ആ കർത്താവിന്റെ വരവിന് വേണ്ടി വിശുദ്ധിയെ തികച്ച് ഒരുങ്ങി നിൽക്കുവാൻ ഈ പ്രബോധനത്താൽ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. കണ്ണുകളടയ്ക്കാം, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹവും ശ്രേഷ്ഠവുമേറിയതായ ഈ പകൽക്കാലത്തിനായി ഞങ്ങളെ സ്തുതിക്കുന്നപ്പാ. ദൈവമേ, എൻ്റെ പ്രാണനാഥനെ നിന്ദിച്ചു വ്യസനപാത്രമാക്കി തീർത്തു, മുഖം തിരിച്ചു കളഞ്ഞു. യേശുവേ, പലവിധമായ വിധത്തിൽ കർത്താവേ അങ്ങ് വേദനിച്ചപ്പാ. ജനത്തിനത് അറിയാത്ത ഒരു രഹസ്യമുണ്ടല്ലപ്പാ. ഇതെല്ലാം മാനവ കുലത്തിനു വേണ്ടിയാണ്. ഈ പ്രബോധനത്തിലൂടെ അത് തിരിച്ചറിഞ്ഞ ഇനിയുള്ള അല്പകാലം കർത്താവിന് വേണ്ടി ത്യാഗം സഹിച്ച് ജീവനെ കൊടുത്തു നിന്ന് കർത്താവിനെ ശുശ്രൂഷിപ്പാൻ, കർത്താവിന് വേണ്ടി ജീവിപ്പാൻ തക്കവണ്ണം എല്ലാ മാന്യ പ്രേക്ഷകരെയും കൃപയാൽ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് അവിടത്തോട് ഏഴടിയൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ, വചനം കേട്ട് കളയുന്നവരായിട്ടല്ല അതിനനുസരിക്കുന്നവരായി തീരുവാൻ ഈ മെസ്സേജിലൂടെ എല്ലാവരെയും ദൈവം സഹായിക്കണം. മഹത്വം അവിടത്തേക്ക് തരുന്നപ്പാ. ദൈവമേ, നീ പറഞ്ഞു എൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം. യേശുവിൻ്റെ അടിപ്പിണരാലുള്ള വിടുതൽ ഇതാ നിങ്ങളുടെ മേൽ വരാൻ പോവുകയാണ്. എല്ലാവരും നീ ഇരിക്കുന്ന ഇടങ്ങളിൽ തന്നെ ഈ അമേസ്വത്ര പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ വേദനയുള്ള ഭാഗത്ത്, രോഗമുള്ള ഭാഗത്ത് നിങ്ങൾ കരം വയ്ക്കുക. നിങ്ങൾക്ക് വേണ്ടി വേഗത്തിൽ പ്രാർത്ഥിക്കുകയാണ്. സാക്ഷാൽ രോഗങ്ങളെ വഹിച്ചു, ബലഹീനതകളെ എടുത്തു, അടിപ്പിണരാനുള്ള സൗഖ്യം, നസ്രയന്റെ അടിപ്പിണരാനുള്ള കരം നിങ്ങളുടെ മേൽ വീഴുകയാണ്. നിങ്ങളുടെ മേൽ വീഴുകയാണ്. ഇപ്പോൾ തന്നെ ഒരു അത്ഭുത വിടുതൽ, ഒരു അത്ഭുത മിറക്കിൾ അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സംഭവിക്കുക. താങ്ക് യു ഡാഡി, താങ്ക് യു ഫാദർ. നന്ദി യേശുവേ, അങ്ങോട്ട് സൗഖ്യത്തിനായിട്ട് നന്ദി പറയുന്നു. ദൈവമേ, നിന്റെ കൃപ എല്ലാവരുടെ മേലും പകരണം. സൗഖ്യത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞങ്ങളുടെ പ്രോഗ്രാം കാണുകയും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ഒരു പ്രോഗ്രാം സ്പോൺസർ ചെയ്യണമെങ്കിൽ ഈ ഇന്ത്യ ഉടനീളം കാണുന്നൊരു പ്രോഗ്രാമാണ്. നിങ്ങൾ സ്പോൺസർ ചെയ്യുക. നിങ്ങളുടെ ഒരു എപ്പിസോഡിന് 1000 രൂപയാണ്. നിങ്ങളൊന്ന് വിളിച്ച് ഞങ്ങളെ ഫോണിൽ ബന്ധപ്പെട്ട് നിങ്ങളുടെ ഫോട്ടോ അയച്ചു തന്നാൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രധാനമായിട്ട് പ്രാർത്ഥിക്കുകയും നിങ്ങൾക്കായി ഒരു അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജ് നിങ്ങളിലൂടെ മറ്റുള്ളവർ കേൾക്കി രക്ഷിക്കപ്പെടുകയും ചെയ്യും. അതിനായി ദൈവം സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.